കോഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇൻ്റർവെൻഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി എടുത്തു. അതിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ സവിശേഷതകളെല്ലാം പറയുന്നുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ പറയാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, പഴശ്ശിരാജയുടെയും വേലുത്തമ്പി ദളവയുടെയും റിവോൾട്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ കുറിച്യ റിവോൾട്ടിനെ കുറിച്ചുമാണ് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് പഴശ്ശിരാജയെക്കുറിച്ച് പഠിക്കാം. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര്. മലബാറിലെ ആദ്യകാല ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പുകളുടെ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു കോട്ടയം പഴശ്ശിരാജ. അദ്ദേഹം കോട്ടയം രാജവംശം ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. കണ്ണൂർ, കാസർഗോഡ് എന്നീ മേഖലയാണ് കോട്ടയം രാജവംശത്തിന് ഉണ്ടായിരുന്നത്. 1753 പഴശ്ശിരാജ ജനിച്ചത്. പഴശ്ശിരാജയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പുരളിമലയാണ്. അതിനാൽ അദ്ദേഹം പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പുരളിമല ആസ്ഥാനമാക്കി ഭരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരളീശ്വരൻ എന്ന പേരിലും പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്നു. പഴശ്ശിരാജയെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പ്രദേശത്തു നിന്നുള്ള ഭരണാധികാരികൾ ഒന്നിച്ചു ചേർന്നിരുന്നു. ഉദാഹരണത്തിന് ടിപ്പു സുൽത്താൻ, എളമ്പിലാശ്ശേരി ഉണ്ണിമൂത്ത മൂപ്പൻ, ചെമ്പൻ പോക്കർ എന്നിവരും വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളും മറ്റ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിരുന്നു. പഴശ്ശി റിവോൾട്ടിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. 1766 ടിപ്പു സുൽത്താനും ഹൈദരലിയും മലബാർ മേഖലയുടെ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ ഇവരെ മലബാറിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് ചേർന്ന് പ്രവർത്തിച്ചു. അതിനാൽ സാമന്ത രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ കൂട്ടുപിടിച്ചുകൊണ്ട് മൈസൂർ ഭരണത്തെ തുരത്താൻ ശ്രമിച്ചു. അതിൽ പ്രധാനിയായിരുന്നു പഴശ്ശിരാജ. മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂർ സുൽത്താൻ പരാജയപ്പെടുകയും 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ മലബാർ മേഖലയിൽ ഭരണം സ്ഥാപിക്കുന്നത്. നികുതി പിടിച്ചെടുക്കാൻ അധികാരം നൽകാം എന്ന പേരിലാണ് സാമന്ത രാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ സഹായിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ മലബാർ സ്വന്തമാക്കിയതിനു ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കുറുമ്പ്രനാട് രാജാവിന് നൽകി. കുറുമ്പനാട് രാജാവ് പഴശ്ശിരാജയുടെ അമ്മാവനായിരുന്നു. ഇതാണ് പഴശ്ശിരാജയെ കലാപത്തിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ പഴശ്ശി കലാപം ആരംഭിച്ചു. കലാപത്തിനൊടുവിൽ വിജയം പഴശ്ശിരാജയ്ക്ക് സ്വന്തമായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിന് നിർബന്ധിച്ചു. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ജൊനാഥൻ ഡങ്കനും പഴശ്ശിരാജയുമാണ്. നികുതി പഴശ്ശിരാജയ്ക്ക് പിരിച്ചെടുക്കാം എന്ന അധികാരവും ഈ കലാപത്തിലൂടെ പഴശ്ശിരാജയ്ക്ക് ലഭിച്ചു. ഇതാണ് ഒന്നാം പഴശ്ശി റിവോൾട്ട്. കൂടാതെ പഴശ്ശിരാജയ്ക്ക് പ്രതിവർഷം 8000 രൂപ മാലിക്കാന അനുവദിക്കുകയും കൊട്ടാരം പുതുക്കി പണിതു നൽകുകയും ചെയ്തു. 1800 മുതൽ 801 വരെയാണ് പഴശ്ശി റിവോൾട്ടിൻ്റെ രണ്ടാം ഘട്ടം. ബ്രിട്ടീഷുകാരുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് ശേഷം 3 വർഷത്തോളം യാതൊരു യുദ്ധങ്ങളും നടന്നിരുന്നില്ല. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ അദ്ദേഹം സഹായിച്ചിരുന്നു. എങ്കിലും ആ യുദ്ധം ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് കലാശിച്ചു. ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുകയും ചെയ്തു. ഇത് ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് കാരണമായി. ബ്രിട്ടീഷുകാർ വയനാടിനുമേൽ അവകാശമുന്നയിക്കുന്നതിന് സാഹചര്യത്തിന് ഇത് വഴിതെളിച്ചു. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ 1804 വരെ പഴശ്ശിരാജയെ പിടികൂടാനുള്ള യാതൊരു പ്രവർത്തനവും ലക്ഷ്യം കണ്ടില്ല. കണ്ണവത്ത് നമ്പ്യാർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, പള്ളൂർ എമ്മൻ, കുറിച്യ നേതാവ് തലയ്ക്കൽ ചന്തു എന്നിവരായിരുന്നു പഴശ്ശിരാജയുടെ വിശ്വസ്തരായ നേതാക്കൾ.
കേണൽ സ്റ്റീവൻസ് 1801 ഒരു സൈന്യവുമായി വയനാട്ടിലേക്ക് പ്രവേശിച്ചു. കേണൽ സ്റ്റീവൻസ് 1801 വയനാട്ടിലോട്ട് പ്രവേശിക്കുന്നത്. എടത്തറ മുതൽ താമരശ്ശേരി ചുരം വരെയുള്ള സൈനിക കേന്ദ്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. അതിലൂടെ ദക്ഷിണ മലബാറിലെ തൻ്റെ അനുയായികളിൽ നിന്നും പഴശ്ശിരാജയെ മുറിച്ചു മാറ്റാൻ സഹായിച്ചു. 1801 ഏപ്രിലിൽ സ്റ്റീവൻസൺ പഴശ്ശിരാജയെ പിടികൂടാൻ സഹായിക്കുന്നവർക്കായി പ്രതിഫലം പ്രഖ്യാപിച്ചു. 1802 മുതൽ 1805 വരെയാണ് പഴശ്ശി റിവോൾട്ടിൻ്റെ 3ാം ഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പഴശ്ശിരാജയ്ക്ക് തൻ്റെ പ്രധാന കൂട്ടാളികളിലൊരാളായ കണ്ണവത്ത് നമ്പ്യാരെ നഷ്ടപ്പെടുന്നത്. കണ്ണവത്ത് നമ്പ്യാരെയും തൻ്റെ മകനെയും നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിലാണ് കളക്ടറായ മേജർ മക്ലിയോഡ് മലബാറിനെ നിരായുധീകരണത്തിനുള്ള നിയമം കൊണ്ടുവരുന്നത്. ഒക്ടോബർ മാസത്തോടെ പഴശ്ശിരാജയും എടച്ചേന കുങ്കനും പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം കേന്ദ്രീകരിച്ച് പുതിയ കലാപങ്ങൾ ആരംഭിച്ചു. 1805 നവംബർ 30 15 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജയും അദ്ദേഹത്തിൻ്റെ സൈന്യവും പരാജയപ്പെട്ടു. തൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് പഴശ്ശിരാജയെ കണ്ടെത്താൻ സഹായിച്ചത് വാട്സന്റെ സുബേദാർമാരിൽ ഒരാളായ ചേരൻ ആയിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കണാരൻ മേനോൻ പഴശ്ശിരാജയെ രക്ഷപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു. ഒളിത്താവളത്തിൽ നിന്ന് പഴശ്ശിരാജയെ കണ്ടെത്താൻ സഹായിച്ചത് ചേരനും അദ്ദേഹത്തെ രക്ഷപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞത് കണാര മേനോനുമാണ്. പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തുവെന്നാണ് ജനങ്ങളെ ബ്രിട്ടീഷുകാർ വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത് കൊലപാതകമാണെന്ന് പല റിപ്പോർട്ടുകളിലും വ്യക്തമാക്കുന്നുണ്ട്. അടുത്തതായി പഠിക്കാനുള്ളത് വേലുത്തമ്പി ദളവയുടെ ചെറുത്തുനിൽപ്പുകൾ. വടക്കൻ കേരളത്തിൽ പഴശ്ശി കലാപം അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മറ്റൊരു വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നു. തിരുവിതാംകൂർ മുഖ്യമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയും കൊച്ചി മുഖ്യമന്ത്രി പാലിയത്തച്ഛനുമായിരുന്നു കലാപത്തിൻ്റെ നേതാക്കൾ. തൻ്റെ സമകാലികനായിരുന്ന പഴശ്ശിരാജയെ പോലെ കേരളത്തിൻ്റെ മഹാനും ധീരനുമായ പുത്രനായിരുന്നു വേലുത്തമ്പി. 1765 മെയ് 6 തിരുവനന്തപുരത്തടുത്തുള്ള കൽക്കുളത്ത് ഒരു കുലീനമായ നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1765 മെയ് 6 വേലുത്തമ്പി ദളവ ജനിച്ചത്. തൻ്റെ 19ാം വയസ്സിൽ കാര്യക്കാരനായി സംസ്ഥാന സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം സത്യസന്ധനും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് തഹസിൽദാറായി തൻ്റെ 19ാം വയസ്സിലാണ് വേലുത്തമ്പി ദളവ അധികാരത്തിലേറുന്നത്. അദ്ദേഹത്തിന് നീതിയോടുള്ള അഭിനിവേശവും അഴിമതിയോട് കടുത്ത വെറുപ്പും ഉണ്ടായിരുന്നു. 1798 ധർമ്മരാജാവിൻ്റെ പിൻഗാമിയായി അധികാരമേറ്റ ബലരാമ വർമ്മ ദുർബലനും കഴിവുകെട്ടവനുമായിരുന്നു. നിലവിലെ ഭരണാധികാരികളുടെ കീഴിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലായിരുന്നു. അത് സുസ്ഥിരമാക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു. അവരുടെ ആവശ്യങ്ങൾ അനുസരിക്കാൻ വിസമ്മതിച്ചവരുടെ കഠിനമായി ശിക്ഷിച്ചു. ഏകദേശം 1699 തന്നെ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് വ്യാപാര താൽപ്പര്യങ്ങൾ ക്രമേണ കൊളോണിയൽ താൽപ്പര്യങ്ങളായി മാറിക്കൊണ്ടിരുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണപരമായ ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധം രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതിലെ കേന്ദ്രബിന്ദുവായിരുന്നു വേലുത്തമ്പി ദളവ. ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന ശക്തിയായിരുന്നു അദ്ദേഹം. വേലുത്തമ്പി കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം ഭരണ സംവിധാനത്തെ ശുദ്ധീകരിക്കുകയും സുപ്രധാനവും പ്രയോജനകരവുമായ നികുതി പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാഠിന്യവും ചിലപ്പോൾ മനുഷ്യത്വരഹിതവും അമിത ശിക്ഷകളും രാജ്യത്ത് നിന്ന് അഴിമതിയും കുറ്റകൃത്യങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കി. അദ്ദേഹം വളരെ
ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുകയും അഴിമതിക്കാരും സത്യസന്ധരുമല്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ഭരണത്തിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപടികൾ വളരെ ക്രൂരമുള്ള സ്വഭാവമായിരുന്നു. തടവ്, സ്വത്ത് കണ്ടെടുക്കൽ, ചാട്ടവാറടി, കൈക്കാലുകൾ വികൃതമാക്കൽ എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് ശിക്ഷകൾ. വേലുത്തമ്പിയുടെ വ്യക്തിപരമായ മേൽനോട്ടത്തിൽ റവന്യൂ വകുപ്പ് പുനഃസംഘടിപ്പിക്കുകയും വേഗത്തിലുള്ള വരുമാനം ഉറപ്പാക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥർ ദിവസേനയുള്ള വരവ് ചെലവുകളുടെ റിട്ടേൺ സമർപ്പിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെ പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യത കുറച്ചു. ഭൂമിയുടെ സർവേ ചെയ്യാനും പുതിയ പട്ടയങ്ങൾ നൽകുകയും ചെയ്തു. ഈ നടപടിയിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. സർക്കാർ സേവനങ്ങൾക്കുള്ള ശമ്പളത്തിൻ്റെ എല്ലാ മേഖലകളും അദ്ദേഹം അടച്ചു നിൽക്കുകയും കനത്ത സംസ്ഥാന കടങ്ങൾ തീർക്കുകയും ചെയ്തു. തിരുവിതാംകൂർ, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും സമൃദ്ധിയിലും വേലുത്തമ്പി വ്യക്തിപരമായ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം നഗരം മെച്ചപ്പെടുത്തുകയും നിരവധി പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ദളവ കഴിവുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാപകാരിയാണ്. അടുത്തത് കുറിച്യ റിവോൾട്ട്. മലബാറിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1012 കുറിച്യ കലാപം. വയനാട്ടിലെ പർവ്വതനിരകളിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു കുറിച്യർ. നൂറ്റാണ്ടുകളായി ബാഹ്യമായ അസ്വസ്ഥതകളില്ലാതെ അവർ സ്വയം ജീവിതശൈലി നയിച്ചു. കൊളോണിയലിസ്റ്റുകളുടെ വരവ് വയനാട്ടിലെ ഹൈറേഞ്ചുകളിലെ ആദിവാസി ജീവിതത്തിലേക്ക് ഇടപെടുകയും ആദിവാസി ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്തു. ഈ ഇടപെടൽ അടിച്ചമർത്തുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും എതിരെ ആയുധമെടുക്കാൻ കുറിച്യരെ നിർബന്ധിതരാക്കി. പഴശ്ശികലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ അവർക്ക് പ്രചോദനം നൽകി. പഴശ്ശി കലാപകാലത്ത് തലയ്ക്കൻ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ കുറിച്യരും മറ്റ് ആദിവാസികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നു. അവരുടെ പിന്തുണ പഴശ്ശിക്ക് വലിയ സ്രോതസ്സായിരുന്നു. അവരുടെ പിന്തുണയോടെയാണ് പഴശ്ശിക്ക് കാടുകളിൽ മറഞ്ഞിരിക്കുന്ന വിദൂര പ്രദേശങ്ങൾ കണ്ടെത്താൻ സഹായിച്ചത്. പഴശ്ശിക്ക് നിർണായക വിജയങ്ങൾ നേടാനായത് പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗറില്ല യുദ്ധങ്ങളിലൂടെയാണ്. അപ്പോൾ പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിട്ടുള്ള വിഭാഗമാണ് കുറിച്യർ. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിനു ശേഷം വയനാട് കമ്പനി സൈന്യത്തിൻ്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു. വയനാട്ടിലെ കാടുകളിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ ആദിവാസികൾക്ക് അസഹനീയമായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ തീർത്തും ദുരിതത്തിന് വിധേയമാക്കി. കമ്പനി ഉദ്യോഗസ്ഥർ ഗോത്രവർഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവരെ ബ്രിട്ടീഷുകാരുടെ വെറും അടിമയായി മാറ്റുകയും ചെയ്തു. മലബാർ കളക്ടറായ തോമസ് വാർഡൻ വയനാട്ടിൽ കൊണ്ടുവന്ന അശാസ്ത്രീയ റവന്യൂ പരിഷ്കാരമാണ് കലാപം പുറപ്പെടാൻ കാരണമായത്. വർദ്ധിച്ച നികുതി നിരക്കിനെതിരെയല്ല സമരം ആരംഭിച്ചത്, മറിച്ച് അവരിൽ നിന്ന് വരുമാനം പണമായി ശേഖരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാരുകളുടെ നയത്തിനെതിരായ പ്രതിഷേധമായിരുന്നു അത്. മണി എക്സ്ചേഞ്ച് സമ്പ്രദായം അവർക്ക് അജ്ഞാതമായതിനാൽ നികുതി അടയ്ക്കാൻ പണമില്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ അവരെ കമ്പനിയുടെ കടക്കാരായാണ് കണക്കാക്കിയത്. അവരുടെ നികുതി കുടിശ്ശികയായി സർക്കാർ ഉദ്യോഗസ്ഥർ ആദിവാസികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും അവരുടെ വസതികൾ ആക്രമിക്കുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും ഇത് കാരണമായി. പാവപ്പെട്ട ആദിവാസിയുടെ മുന്നിൽ കലാപമല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. 1812 മാർച്ച് 25 അവരുടെ തലവൻ രാമനമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യ കലാപം ആരംഭിച്ചു. കലാപം സ്വയമേവ ഉണ്ടായതല്ല. ബ്രിട്ടീഷുകാരുടെ അന്തിമ പോരാട്ടത്തിന് വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം അവർ കലാപം ആരംഭിച്ചു. കുറുമ്പരും തങ്ങളുടെ സഹജീവികളോടൊപ്പം സമരത്തിൽ ചേർന്നു. കമ്പനിയുടെ നായരും തീയരും പോലെയുള്ള ഉദ്യോഗസ്ഥർക്കും കലാപത്തെക്കുറിച്ച് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി അവരും ഭരണത്തിന് എതിരായതിനാൽ അവർ കമ്പനിയെ അത് അറിയിച്ചില്ല. കമ്പനിയുടെ റവന്യൂ, പോലീസ് വകുപ്പുകളിൽ ജോലി ചെയ്തിരുന്ന
ഇവർ ചികിത്സാ കമ്പനിയിൽ കടുത്ത അതൃപ്തരായിരുന്നു. അപ്പോൾ കമ്പനിയുടെ ഭരണത്തിൽ നായരും തീയരും ഒരുപോലെ അതൃപ്തരായിരുന്നു. അവരുടെ പുരോഹിതന്മാർ കലാപത്തിന് ആക്കം കൂട്ടി. കലാപത്തിൻ്റെ ഗതിയിൽ അത് ഒരു ബഹുജന പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം സ്വീകരിച്ചു. മാർച്ച് 25 മല്ലൂരിൽ നടന്ന ആദിവാസികളുടെ യോഗം പിരിച്ചുവിടാൻ കമ്പനി പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കലാപം വയനാട്ടിലുടനീളം വ്യാപിച്ചു. അവർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ഇംഗ്ലീഷ് പോലീസുകാരെ പേടിപ്പിക്കുകയും ചെയ്തു. താഴ്വരയിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കുള്ള ബലപ്പെടുത്തലുകൾ അവർ വെട്ടിക്കുറച്ചു. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ബ്രിട്ടീഷ് സൈനിക പോസ്റ്റുകൾ അവർ ഉപരോധിച്ചു. ബ്രിട്ടീഷ് സൈന്യം ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചു. കുറിച്യ കലാപം അടിച്ചമർത്താൻ തീരപ്രദേശങ്ങളിൽ നിന്നും മൈസൂരിൽ നിന്നും വയനാട്ടിലേക്ക് അവർ പുതിയ സൈന്യത്തെ കൊണ്ടുവന്നു. തുടർന്ന് വടക്കേ മലബാർ സബ് കളക്ടർ ബാബർ സൈനിക സഹായത്തിനായി ഉന്നത അധികാരികളോട് അഭ്യർത്ഥിച്ചു. ആധുനിക ആയുധങ്ങളുമായി പുതിയ കമ്പനി സേന വയനാട്ടിലേക്ക് നീങ്ങി. പക്ഷേ കുറ്റ്യാടി ചുരത്തിൽ വെച്ച് കുറിച്യരുടെ ആക്രമണത്തിന് ഇരയായി. കമ്പനി സൈനികരിൽ പലർക്കും പരിക്കേറ്റു. മൈസൂരിൽ നിന്ന് വന്ന സൈന്യം സുൽത്താൻ ബത്തേരി മുതൽ പനമരം വരെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അന്നത്തെ ആധുനിക ആയുധങ്ങളുമായി കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച ബ്രിട്ടീഷ് സായുധ സേനയ്ക്ക് നിരവധി കുറിച്യരെ മരണത്തിലേക്ക് നയിക്കുന്നതിനും സഹായിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷ് സൈന്യത്തിന് കുറിച്യ കലാപം പൂർണ്ണമായും അടിച്ചമർത്താൻ സാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു കുറിച്യ കലാപം. അടിസ്ഥാനപരമായി അതൊരു കർഷക കലാപമായിരുന്നു, അല്ലാതെ ഫ്യൂഡൽ പ്രക്ഷോഭമല്ല. കുറിച്യ കലാപത്തോടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെ ആധുനിക സാമ്രാജ്യത്തിനെതിരായ പുരാതന പരമ്പരാഗത സംസ്കാരത്തിൻ്റെ ചെറുത്തുനിൽപ്പായിരുന്നു കുറിച്യ കലാപം.